പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടിയ നടപടിയിൽ തൃപ്തി പ്രകടിപ്പിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബം. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പിതാവ് ജയപ്രകാശ് പറഞ്ഞു. കുടുംബത്തിന് പിന്തുണയുമായി വിവിധ കക്ഷി നേതാക്കൾ വീട് സന്ദർശിച്ചു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എല്ലാ പ്രതികളെയും പിടികൂടിയതിൽ കുടുംബം സംതൃപ്തി രേഖപ്പെടുത്തി. കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. നിലവിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ കേസിന്റെ അന്വേഷണം പോലീസ് ഗൗരവത്തിലെടുക്കാതിരുന്നത് വീഴ്ചയാണെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു. എനിക്ക് തൃപ്തിയല്ലാന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഒരു ഏതെങ്കിലും ഏജൻസി കൊണ്ട് അന്വേഷിക്കേണ്ടി ഞാൻ പറയും. പക്ഷേ ഇതുവരെയ്ക്കും ഞാൻ കേസ് അന്വേഷണം പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനോട് എനിക്കിപ്പോൾ ഇതുവരെയ്ക്കും ഒരു വിശ്വാസമുണ്ട്. പൂർണ്ണ തൃപ്തിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിശ്വാസമുണ്ട്, ഇത്ര പേരെ പിടിക്കുന്നുണ്ട്. ഓക്കെ. ശശി തരൂർ MP, മാത്യു കുഴൽനാടൻ MLA, ചാണ്ടിയുമ്മൻ MLA എന്നിവരാണ് ഇന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ പ്രമുഖർ. വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം വേണമെന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടു. ഈ സംഭവിച്ച ഇൻസിഡന്റിനെ ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഒരു സംശയമില്ല. അവരിന്ന് വരെ എല്ലാവരും പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഇനിയും 1-2 ആൾക്കാരെ പിടിക്കാനുണ്ട്. കേസിൽ പ്രതികൾക്ക് പോലീസ് സംരക്ഷണം ലഭിക്കുന്നെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഏകദിന ഉപവാസം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. SFI എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസുകളിൽ നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല, അധോലോക പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സംശയിക്കുന്നു പലയിടങ്ങളിലും SFI എന്ന പ്രസ്ഥാനത്തെ CPM പോലും നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. SFI പ്രവർത്തകൻ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നെഴുതി CPIM വീടിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സ് എടുത്തുമാറ്റി. സിദ്ധാർത്ഥിനെ SFIക്കാർ കൊന്നതാണെന്നെഴുതിയ പുതിയ ഫ്ലക്സ് KSU സ്ഥാപിച്ചു. 24 തിരുവനന്തപുരം.